രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം സീരീസിലെ 22ാമത്തെ ക്ലാസ്സാണിത്. പഴയ നിയമവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം. വെളിപ്പാട് പുസ്തകത്തിലെ തുറന്നിരിക്കുന്ന സ്വർഗത്തിലെ കാഴ്ച സാക്ഷ്യ കൂടാരത്തെ അനുസ്മരിപ്പിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധികൾ പഴയ നിയമത്തിന് അനുസൃതമാണ് എന്ന സൂചന നൽകുന്നു. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടെ പഴയത് നീങ്ങിപ്പോകുവാൻ അടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ദൈവാലയം തകർക്കപ്പെട്ടതോടെ പഴയ നിയമ കാലഘട്ടത്തിന് തിരശ്ശീല വീണു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ ന്യായവിധികൾ ആ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലുണ്ടായ ന്യായവിധികളെക്കുറിച്ചുള്ള പ്രവചനം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് 6ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 5ാം അധ്യായത്തിൽ ദൈവ കരങ്ങളിൽ ഇരിക്കുന്ന 7 മുദ്രകളുള്ള ചെറു പുസ്തക ചുരുൾ നാം കാണുകയുണ്ടായി. അത് തുറക്കുവാനും വായിക്കുവാനും ഏകയോഗ്യനായ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം കുഞ്ഞാട് ആ ചെറു പുസ്തക ചുരുൾ ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങുന്നതും കയ്യിലെടുക്കുന്നതും നാം കണ്ടു. ഉടനെ മുദ്രകൾ പൊട്ടിച്ച് വായിക്കുവാൻ ആരംഭിക്കും എന്നായിരിക്കും സ്വാഭാവികമായി നാം പ്രതീക്ഷിക്കുക. എന്നാൽ അങ്ങനെയല്ല. താൻ മുദ്രകൾ ഒന്നൊന്നായി പൊട്ടിക്കുകയും ചുരുളിൽ എഴുതിയിരിക്കുന്നത് അടയാള രൂപത്തിൽ പ്രദർശിപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. ഇനി 1-2 വാക്യങ്ങൾ വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല് ഉണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. യോഹന്നാൻ ആദ്യം കണ്ടത് കുഞ്ഞാട് 7 മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുന്നതാണ്. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കത്തിൻ്റേതുപോലെയുള്ള ശബ്ദത്തിൽ നീ വരിക എന്ന് പറയുന്നത് താൻ കേട്ടു. അപ്പോൾ ഒരു വെളുത്ത കുതിരമേൽ ഇരിക്കുന്ന ഒരുവൻ വന്നു. ഇതായിരുന്നു രണ്ടാമത് കണ്ടത്. അവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവനൊരു കിരീടം നൽകപ്പെട്ടു. അപ്പോൾ അവൻ യുദ്ധം ചെയ്ത് ജയിക്കുവാനും യുദ്ധം ചെയ്ത് ജയിക്കേണ്ടതിന് വേണ്ടിയും പുറപ്പെട്ടു പോയി. കണ്ട കാര്യങ്ങളെല്ലാം അടയാള രൂപത്തിൽ അഥവാ പ്രതീക രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വെളുത്ത കുതിരയുടെ അർത്ഥം ഇനി നോക്കാം. വെളുത്ത കുതിരയെ 19ാം അധ്യായം 11ാം വാക്യത്തിലും കാണുന്നുണ്ട്. അവിടെ അതിന്മേൽ ഇരിക്കുന്നതായി കാണുന്നത് യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് ഇവിടെയും വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് എന്ന് ചിലർ പറയാറുണ്ട്. അത് ശരിയല്ല. 19ാം അധ്യായം 11-ൽ നീതിയോടെ ന്യായം വിധിച്ചും പോരാടിയും മുന്നോട്ട് പോകുന്ന രാജാതിരാജാവായ യേശുക്രിസ്തുവിൻ്റെ വാഹനമാണ് വെളുത്ത കുതിര എന്നുള്ളത് ശരിയാണ്. തന്നെ അനുഗമിക്കുന്ന സൈന്യവും വെളുത്ത കുതിരകളിന്മേലാണ് സഞ്ചരിക്കുന്നത്. ആകയാൽ വെളുത്ത കുതിരയിന്മേൽ യേശുക്രിസ്തു മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്ന് അനുമാനിക്കുവാൻ നമുക്ക് വക തരുന്നില്ല. വെളുത്ത കുതിരയുടെ അർത്ഥം ഇതാണ്. വെളുത്ത കുതിര യുദ്ധം ചെയ്ത് ജയിച്ചു മുന്നേറുന്ന ഒരു യുദ്ധാന്തരീക്ഷത്തെയാണ് കാണിക്കുന്നത്. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു വില്ല് ഉള്ളവൻ. കയ്യിൽ പിടിച്ചിരിക്കുന്ന വില്ല് യുദ്ധരംഗത്തായിരിക്കുന്നതിനെ കാണിക്കുന്നു. പൂണിയിൽ നിന്ന് ഒരമ്പെടുത്ത് കയ്യിലുള്ള വില്ലിൽ തൊടുത്ത് വിട്ടാൽ മാത്രം മതി. ഇപ്രകാരം യുദ്ധരംഗത്തായിരിക്കുന്നത് കൊണ്ടാണ് അവൻ യുദ്ധം ചെയ്ത് ജയിക്കുന്നവനും യുദ്ധം ചെയ്ത് ജയിക്കേണ്ടതിന് വേണ്ടിയും പുറപ്പെട്ടു പോകുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഇതാ ഒരു യുദ്ധ സമയം വരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ ആരാണ് എന്നിനി നോക്കാം. അത് ആരാണെന്ന് വ്യാഖ്യാനിക്കുവാനുള്ള സൂചന ലഭിക്കുന്നത് 6ാം അധ്യായം 8ാം വാക്യത്തിൽ നിന്നാണ്. 6ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ രംഗം വിവരിച്ചിട്ടുള്ള വചനങ്ങളാണ്. 4 മുദ്രകളും പൊട്ടിക്കുമ്പോൾ 4 ജീവികൾ യഥാക്രമത്തിൽ വരിക എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഓരോരോ കുതിരകൾ വരികയും ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെയും മേൽ ഓരോരുത്തൻ ഇരിക്കുന്നുമുണ്ട്. ആദ്യത്തെ 3 കുതിരകളിന്മേൽ ഇരിക്കുന്നവർ ആരാണെന്ന വിവരം സൂചനകൾ വഴിയായി നൽകിയിട്ടുണ്ട്. എങ്കിലും അത് വ്യക്തമല്ല. എന്നാൽ 4ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കാര്യം അങ്ങനെയല്ല. 4ാമത്തെ കുതിരയിന്മേൽ ഇരിക്കുന്നവൻ മരണമാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. മരണം ഒരു വ്യക്തിയല്ല എന്നും ഒരു പ്രതിഭാസം മാത്രമാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ മരണത്തെ
ഒരു വ്യക്തിയായി സങ്കല്പിച്ചിരിക്കുകയാണെന്ന്, അഥവാ മരണത്തിന് വ്യക്തിത്വം ആരോപിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവനെ അനുഗമിക്കുന്നവൻ പാതാളമാണെന്നും പറഞ്ഞിട്ടുണ്ട്. പാതാളവും ഒരു വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. പാതാളത്തെയും വ്യക്തിയായി സങ്കല്പിച്ചിരിക്കുകയാണ്. ഈ ഇരുവരെയും ഒടുവിൽ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ രണ്ട് വ്യക്തികളെ തള്ളിയിടുന്നത് പോലെ തള്ളിയിടുന്നതായി 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള വ്യക്തിയായി സങ്കല്പിക്കുന്ന അലങ്കാര രീതി ബൈബിളിൽ ആദ്യോടന്തമുണ്ട്. ചില ഉദാഹരണങ്ങൾ റോമർ 6:16 പാപത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു, അനുസരണത്തിന്റെ ദാസന്മാരെന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ പാപത്തെയും അനുസരണത്തെയും യജമാനന്മാരായ വ്യക്തികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ വെളുത്ത കുതിരയിന്മേൽ ഇരിക്കുന്നവനും ഒരു യഥാർത്ഥ വ്യക്തിയല്ല. അതിന്മേൽ ഇരിക്കുന്നവന് യുദ്ധം എന്നാകുന്നു പേർ. ദർശനത്തിൽ യുദ്ധത്തെ ഒരു വ്യക്തിയായി ചിത്രീകരിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. കിരീടം വാഴുവാൻ നൽകപ്പെട്ട അധികാരത്തെ സൂചിപ്പിക്കുന്നു. വരുംകാലത്ത് യുദ്ധം രാജാവായി വാഴും എന്നാണ് വചനം. അവൻ ജയിക്കുന്നവനും ജയിക്കാൻ വേണ്ടിയും പുറപ്പെട്ടു പോയി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യുദ്ധം ഉണ്ടാകുകയും അതിൻ്റെതായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിൽ ജയിക്കുകയും ചെയ്യും എന്ന് അർത്ഥം. ലൂക്കോസ് 21:20 നാം വായിക്കുന്നു, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതായത് റോമൻ സൈന്യം യെരുശലേമിനെ വളഞ്ഞിരിക്കുന്ന ഒരു സമയം വരും. അത് കാണുമ്പോൾ അതിനെ നശിപ്പിക്കുവാനുള്ള സമയം എടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധമുണ്ടാകും. അത് യെരുശലേമിൻ്റെയും ദൈവാലയത്തിൻ്റെയും നാശങ്ങളിൽ കലാശിക്കും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ റോമൻ സാമ്രാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കും. അവിടങ്ങളിലെ സഭകളെയും അത് ബാധിക്കുമായിരുന്നു. മാനസാന്തരപ്പെടാത്ത സഭകൾക്കുള്ള ശിക്ഷ ഇതിനോടുള്ള ബന്ധത്തിൽ ലഭിക്കുമായിരുന്നു എന്ന സൂചന വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലുണ്ട്. ദാനിയേൽ 9:26 അവസാനത്തോളം യുദ്ധമുണ്ടാകും എന്ന് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവാലയത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും അവസാനം വരെ തുടർച്ചയായി യുദ്ധമുണ്ടാകും എന്നാകുന്നു ഇതിനർത്ഥം. ഇതിൻ്റെ മുന്നോടിയായി പല പട്ടണങ്ങളെയും ജയിച്ചടക്കിയിട്ടാണ് വെസ്പാസിയനും പിന്നീട് തൻ്റെ മകൻ ടൈറ്റസും യെരുശലേമിലേക്ക് അതിനെ പിടിച്ചടക്കുവാൻ കയറി വന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഹദിയാം ബാബിലോണിൻ്റെ ന്യായവിധിയാണ് ഉടനീളം കാണുന്നത്. മഹദിയാം ബാബിലോൺ കീഴെയുള്ള യെരുശലേം ആകുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവൾ ആയിരുന്നതുകൊണ്ട് അവളുടെ ന്യായവിധി ന്യായപ്രമാണ പ്രകാരം ആയിരുന്നു നടക്കേണ്ടിയിരുന്നത്. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും എന്ന റോമർ 2:12 അപ്പസ്തലനായ പൗലോസ് പഠിപ്പിച്ചിരിക്കുന്ന പ്രമാണം അനുസരിച്ചിട്ടാണ് ആ ന്യായവിധി ഉണ്ടായത്. മുമ്പ് യെരുശലേം വിധിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ പ്രവാചക വാക്യങ്ങൾ ഞാൻ വായിക്കാം. അത് ഇതിന് തെളിവാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യെരുശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? യെഹെസ്കേൽ 14:21 മരണത്തിനുള്ളവർ മരണത്തിനും, വാളിനുള്ളവർ വാളിനും, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യിരെമ്യാവ് 15:2 നിന്നിൽ 1/3 മഹാമാരി കൊണ്ട് മരിക്കും, ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും. 1/3 നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും. 1/3 ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ച് കളയുകയും അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും. യെഹെസ്കേൽ 5:12 ഈ പറഞ്ഞ എല്ലാ വചനങ്ങളിലും വാൾ എന്നുള്ള പദം കാണാം. കൂടാതെ ക്ഷാമം, മഹാമാരി, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ മുദ്രകളാൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായവിധിയിലെ പ്രതികാരത്തിൻ്റെ ആയുധമാണ് വാൾ. എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും എന്ന ലേവ്യർ 26:25 പ്രസ്താവന ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ ഊരും എന്ന് ലേവ്യർ 26:33 നാം വായിക്കുന്നു. ക്രിസ്തുവാബ്ദം 70 മുമ്പായി
യെരുശലേമിനോടുള്ള ബന്ധത്തിൽ നടന്ന യുദ്ധം കർത്താവിൻ്റെ പ്രതികാരമായിരുന്നു എന്ന് ലൂക്കോസ് 21:22 കർത്താവിൻ്റെ വാക്കുകൾ പറയുന്നു. 23 കാരണം എഴുതപ്പെട്ടിരിക്കുന്നവ എല്ലാം നിറവേറ്റപ്പെടുവാൻ ഇവ പ്രതികാരത്തിൻ്റെ നാളുകളാകുന്നു. 24 അവർ വാളിൻ്റെ വായിൽ വീഴും, അവർ എല്ലാ ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോകപ്പെടും. യെരുശലേം ജാതികളുടെ സമയങ്ങൾ നിറവേറ്റപ്പെടുന്നത് വരെ ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നവൾ ആകും. ഈ വാളാണ് വെളിപ്പാട് 6:2 കാഴ്ചയുടെ അർത്ഥം. വാളിന് പകരം വില്ല് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. വാളായാലും വില്ലായാലും യുദ്ധമാണ് പ്രമേയം. അടുത്തതായിട്ട് 2-ാം മുദ്ര, 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് യുദ്ധം വരുന്നു എന്നായിരുന്നു. തുടർന്ന് 2-ാം മുദ്ര പൊട്ടിച്ചു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാമത്തെ ജീവിയാണ് പറഞ്ഞത്. ആരോടായിരുന്നു നീ വരിക എന്ന് പറഞ്ഞത്? യോഹന്നാൻ പറയുന്നു, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു എന്ന്. ഇത്തവണ കുതിരയുടെ നിറം ചുവപ്പാണ്. ചുവപ്പ് മനുഷ്യർ അന്യോന്യം വാൾ കൊണ്ട് അറുത്ത് കൊല്ലുന്നത് കൊണ്ടുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലിൻ്റെ നിറമാണ്. അതിൻ്റെ പുറത്തും ഒരുവൻ ഇരിക്കുന്നുണ്ട്, ആ കുതിരപ്പുറത്ത്. ആകയാൽ അവനോടായിരുന്നു നീ വരിക എന്ന് പറഞ്ഞത്. ആരാണവൻ എന്ന് വ്യക്തമാക്കിയിട്ടില്ല, എങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ട്. അവന് ഒരു വലിയ വാൾ നൽകപ്പെട്ടു എന്ന് കാണുന്നു. അവൻ്റെ കയ്യിൽ വില്ലല്ല, വാളാണ് കൊടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അവൻ പോയി നേരിട്ട് കൊലപ്പെടുത്തുകയല്ല, പകരം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുകയും മനുഷ്യർ അന്യോന്യം വാൾ കൊണ്ട് അറുത്തു കൊല്ലുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് ഈ അന്യോന്യമുള്ള അറുക്കൽ അഥവാ കൊല്ലൽ? അന്യോന്യമുള്ള അറുക്കൽ ആഭ്യന്തര യുദ്ധമാണ്. ഒരു ദേശത്തുള്ളവർ അവരെ തന്നെ കൊല്ലുക, ഒരു രാജ്യത്തുള്ളവർ അവരെ തന്നെ കൊല്ലുക, ഒരു ജാതിയോ ഒരു വംശമോ അവരെ തന്നെ കൊല്ലുമാറ് പരസ്പരം യുദ്ധം ചെയ്യുകയോ കലഹിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്. അല്ലാതെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പോലെയല്ല, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം പോലെയല്ല. തിരുവെഴുത്തുകളിലെ ഭാഷയിൽ ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് മത്തായി 24:7, മർക്കോസ് 13:8, ലൂക്കോസ് 21:10 എന്നീ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്നിങ്ങനെയാണ്. ഈ പ്രസ്താവനയുടെ അർത്ഥം സംബന്ധിച്ച് വേദപഠിതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. ഒരു ജാതി മറ്റൊരു ജാതിയോടോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോടോ ചെയ്യുന്ന യുദ്ധമാണ് അത് എന്നാണ് പൊതുവെ ഉള്ള തെറ്റിദ്ധാരണ. എന്നാൽ അതല്ല ഇവിടെ വിഷയം. ആഭ്യന്തര യുദ്ധമാണ്. ഇതിന് തെളിവുകൾ, ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്നതിനുള്ള തെളിവുകൾ തിരുവചനത്തിൽ തന്നെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ 19:2 മിസ്രൈം ദേശത്തെക്കുറിച്ചുള്ള പ്രവചനം ആദ്യം ശ്രദ്ധിക്കാം. ഞാൻ മിസ്രൈമ്യരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും. മിസ്രൈമ്യരോട് കലഹിക്കുവാനിരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 2 ദിനവൃത്താന്തത്തിൽ ഇപ്രകാരമുണ്ടായ ഒരു ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാത്തവണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്ത് കളഞ്ഞു. 15-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. ഇത് ആഭ്യന്തര കലഹമായിരുന്നു. ഇത് ആഭ്യന്തര സമാധാനത്തെ എടുത്തു കളയുന്നു. ആകയാൽ മത്തായി 24:7, മർക്കോസ് 13:8, ലൂക്കോസ് 21:10 എന്നീ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പ് അവളിൽ ഉണ്ടായ ആഭ്യന്തര കലഹത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ നിവൃത്തി ദൈവാലയത്തിൻ്റെ നാശത്തിന് മുമ്പ് യെരുശലേമിലുണ്ടായി. ഇത് തന്നെയാണ് 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ട ദർശനത്തിൽ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇനി ചരിത്രപരമായ തെളിവുകൾ. 1-ാമത്തെ മുദ്ര തുറന്നപ്പോൾ യുദ്ധം വരുന്നു എന്നും 2-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ആഭ്യന്തര യുദ്ധം വരുന്നു എന്നുമായിരുന്നു കർത്താവ് പറഞ്ഞത്. വെളിപ്പാടിലെ ന്യായവിധികൾ മുഖ്യമായും ഇസ്രായേലരുടേതാണെന്ന് ആമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ.
ഈ ന്യായവിധികൾ ദൈവാലയത്തിൻ്റെയും യെരുശലേമിൻ്റെയും നാശത്തിങ്കൽ നിറവേറിയതുമായിരുന്നു. ആകയാൽ ചരിത്രത്തിൽ യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പ് യുദ്ധങ്ങൾ ഉണ്ടായോ എന്നറിയുവാൻ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കാം. റോമിനെതിരായ യഹൂദന്മാരുടെ യുദ്ധം, ഇതിൽ ജോസീഫസ് എന്ന ചരിത്രകാരനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജോസീഫസിൻ്റെ സാക്ഷ്യമാണ് ഇനി ഞാൻ വായിക്കുവാനായിട്ട് പോകുന്നത്. Since it was this Florus who necessitated us to take up arms against the Romans, and now this war began in the 2nd year of the government of Florus and the 12th year of the reign of Nero. Antiquities, book 20, chapter 11, para 1. അതായത് ഫ്ലോറസ് എന്ന അധികാരിയുടെ കാലത്താണ്, അദ്ദേഹത്തിൻ്റെതായ ചില പ്രശ്നങ്ങളാണ് ഇങ്ങനെ റോമർക്കാർക്കെതിരെ ആയുധമെടുക്കുവാൻ യഹൂദന്മാരെ നിർബന്ധിച്ചത്. അതുകൊണ്ട് ഫ്ലോറസിൻ്റെ ഭരണത്തിൻ്റെ 2ാമത്തെ വർഷം, നീറോയുടെ ഭരണത്തിൻ്റെ 12ാമത്തെ വർഷം ഈ യുദ്ധം ആരംഭിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിക്വിറ്റീസ് എന്നു പേരുള്ള പുസ്തകം, അതിൻ്റെ ഉള്ളിലെ സബ് പുസ്തകം 20, ചാപ്റ്റർ 11, പാര 1. ഇനി ആഭ്യന്തര കലഹം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവ് യുദ്ധം എന്ന പുസ്തകത്തിലാണ് അതിൻ്റെ തെളിവുള്ളത്. ബുക്ക് 5, ചാപ്റ്റർ 1, പാര 1, വേഴ്സ് 2. It so happened that the sedition at Jerusalem was revived. യെരുശലേമിലെ കലഹം പുനരാരംഭിച്ചു. And parted into 3 factions. 3 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. And that one faction fought against the other. ഓരോ വിഭാഗവും മറ്റേതിനെതിരായിട്ട് കലഹിച്ചു. Which partition in such evil cases may be said to be a good thing. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നന്മയായി എന്ന് വരാം. ആൻഡ് ദ എഫക്റ്റ് ഓഫ് ഡിവൈൻ ജസ്റ്റിസ്, അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അനന്തരഫലമാണെന്നും വരാം. Now as to the attack of zealots made upon the people, and which I esteem the beginning of the city's destruction. തുടർന്ന് പറയുന്ന എരിവുകാർ യെരുശലേമിലെ ജനത്തിനെതിരെ തുടങ്ങിയതായിരിക്കുന്ന ആക്രമണമാണ്. അതാണ് ആ നഗരത്തിൻ്റെ നാശത്തിൻ്റെ ആരംഭം എന്നാണ് യോസെഫസ് പറയുന്നത്. But for the present sedition, one should not mistake if he call it a sedition begotten by another sedition. എന്നാൽ ഇപ്പോഴത്തെ ഈ കലഹത്തെക്കുറിച്ച് ഒരാൾ അത് ഒരു കലഹം മറ്റൊന്നിനെ പ്രസവിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിനെ തെറ്റില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ടു ബി ലൈക്ക് എ വൈൽഡ് ബീസ്റ്റ് ഗ്രോൺ മാഡ്, ഒരു വന്യമൃഗത്തിന് ഭ്രാന്ത് പിടിച്ചതുപോലെ. വിച്ച് ഫോർ വാണ്ട് ഓഫ് ഫുഡ് ഫ്രം എ ബ്രോഡ് ഫെൽ അപ്പോൺ ഈറ്റിംഗ് ഇറ്റ്സ് ഓൺ ഫ്ലഷ്, ആഹാരത്തിൻ്റെ ആവശ്യകതയിൽ, അതായത് വിശന്ന് പൊരിഞ്ഞിട്ട് സ്വന്തം ശരീരം തിന്നുന്ന ഒരു ഭ്രാന്ത് പിടിച്ച വന്യമൃഗത്തെ പോലെ ആയിത്തീർന്നു യെരുശലേം നഗരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കലഹങ്ങൾ, ഈ ആഭ്യന്തര കലഹം മൂലം. മുമ്പും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതാണ് നഗരത്തിൻ്റെ നാശത്തിൽ വന്ന് കലാശിച്ച കലഹം. നഗരം 3ആയി തിരിഞ്ഞു. ഒരു വിഭാഗം മറ്റൊന്നിനെതിരെ കലഹിച്ചു. എരിവുകാർ ജനത്തെ ആക്രമിച്ചു. ഈ എരിവുകാർ കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇങ്ങനെ ഒരു കലഹം മറ്റൊന്നിൽ നിന്നുണ്ടായി. ഒരു ഭ്രാന്ത് പിടിച്ച മൃഗം വിശന്നിട്ട് സ്വന്തം ശരീരം കടിച്ചു പറിച്ച് തിന്നുന്നത് പോലെ അവർ കലഹിച്ചു എന്ന് ജോസീഫസ് പറയുന്നു. ജോൺ എന്ന ഒരുവന്റെ നേതൃത്വത്തിൽ ജനം ദിവസവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. സൈമണിന്റെ മകനായ എലിയാസർ ആയിരുന്നു അടുത്ത സംഘത്തലവൻ. ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇനി 3ാമത്തെ മുദ്ര. 1ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് യുദ്ധം വരുന്നു എന്ന ദർശനമായിരുന്നു. 2ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ആഭ്യന്തര കലഹം വരുന്നു എന്ന ദർശനമായിരുന്നു കണ്ടത്. ഇനി 3ാമത്തേത് എന്താണെന്ന് നോക്കാം. 3ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 3ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ 3ാമത്തേതായിരുന്നു നീ വരിക എന്ന് പറഞ്ഞത്. നീ വരിക എന്ന് 3ാമത്തെ ജീവി വിളിച്ചത്
കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനെ ആയിരുന്നു. അവൻ വന്നു. വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ വില്ലായിരുന്നു കണ്ടത്. ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ വാളായിരുന്നു കണ്ടത്. അവ രണ്ടും യഥാക്രമം യുദ്ധത്തെയും ആഭ്യന്തര കലഹത്തെയും കാണിച്ചു. എന്നാൽ ഈ കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിലെ തുലാസ് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്കിനി ചിന്തിക്കാം. 6-ാം വാക്യം പറയുന്നു, ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു എന്ന്. ഇത് കറുത്ത കുതിരപ്പുറത്ത് ഇരിക്കുന്നവനോട് കൽപ്പിക്കുന്ന വാക്കുകളാണ്. അപ്രകാരം ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പും ഒരു പണത്തിന് 3 ഇടങ്ങഴി യവവും മാത്രം ലഭ്യമാക്കുന്ന പ്രവൃത്തിയാണ് കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ ചെയ്യുന്നത്. ആകയാൽ അവൻ്റെ പേര് ക്ഷാമം എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആകയാൽ ക്ഷാമം വരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്ഷാമം മനുഷ്യന്റെ നിറം കറുത്തതാക്കും, അവൻ്റെ തൊലിയെ കറുപ്പിക്കും. അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു എന്ന യെരമ്യാവിൻ്റെ വിലാപ വാക്കുകൾ അതാണ് പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 4:8. അതാണ് കുതിരയുടെ നിറം കറുത്തതായിട്ട് ചിത്രീകരിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന കാര്യം. അവന് അനുമതി ലഭിച്ചാൽ ഒലിവെണ്ണയുടെയും വീഞ്ഞിൻ്റെയും ലഭ്യതയ്ക്കും കുറവ് വരുത്താം. എന്നാൽ അതിന് ഉള്ള അനുമതി അവന് നൽകിയില്ല. ന്യായപ്രമാണ പ്രകാരം ദൈവത്തിൻ്റെ ന്യായവിധിയായി ക്ഷാമം വരുമ്പോൾ ഉണ്ടാകുവാനിരുന്ന സ്ഥിതിയെക്കുറിച്ചാണ് ലേവ്യ പുസ്തകം 26:26 പറയുന്നത്. ഞാൻ നിങ്ങളുടെ അപ്പം എന്നുള്ള കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾക്ക് ഭക്ഷിച്ചിട്ട് തൃപ്തി വരികയില്ല. യെരുശലേമിൽ ന്യായവിധിയായി വരുവാനിരുന്ന ക്ഷാമം സംബന്ധിച്ച് യഹസ്കേലിനോട് ദൈവം പറഞ്ഞു, മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച് അകൃത്യ നിമിഷം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ യെരുശലേമിൽ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും. അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും. അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കും. അപ്പോൾ ഈ അളന്ന് ആഹാരം കഴിക്കുന്നത് അത് ക്ഷാമത്തെ കാണിക്കുന്നതാണ്. ആകയാൽ തുലാസും ഇടങ്ങഴിയും ധാന്യത്തിന് ക്ഷാമം ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചത്. ഉൽപ്പത്തി 41:49 ഇപ്രകാരം പറയുന്നുണ്ട്, അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളക്കുവാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ആകയാൽ അളക്കാതിരിക്കുന്നത് സമൃദ്ധിയെയാണ് കാണിക്കുന്നത്, അളക്കുന്നത് ക്ഷാമത്തെയും. വരുവാനിരുന്ന ക്ഷാമങ്ങളെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ മുന്നറിയിപ്പ് മത്തായി 24:7, മർക്കോസ് 13:8, ലൂക്കോസ് 21:11 എന്നീ വചനഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ നിറവേറലിൻ്റെ ഭാഗമായി ആ കാലത്ത് ലോകത്തിലൊക്കെയും ഉണ്ടാകുവാനിരുന്നൊരു മഹാക്ഷാമത്തെക്കുറിച്ച് പ്രവചിച്ച അഗബോസ് എന്ന ഒരു പ്രവാചകനെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തികൾ 11:28 നാം വായിക്കുന്നുണ്ട്. ആ ക്ഷാമം ക്ലൗദിയോസ് എന്ന റോമൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇത് സെക്യുലർ ഹിസ്റ്ററിയിലും തെളിവുള്ള ഒരു കാര്യമാണ്. ഇത് കൂടാതെ ന്യായവിധിയുടെ ഭാഗമായി യഹൂദ ജനതയ്ക്ക് ഉണ്ടാകുവാനിരുന്ന ക്ഷാമത്തെക്കുറിച്ചായിരുന്നു 3-ാമത്തെ മുദ്ര സംസാരിച്ചത്. യെരുശലേം നഗരത്തിൽ യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടായ ക്ഷാമമാകുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയത്തക്കത്. അതാണ് ഈ വചനങ്ങളുടെ നിറവേറൽ. മുല കുടിക്കുന്ന സ്വന്തം കുഞ്ഞിനെ എടുത്ത് കൊന്ന് വറുത്ത് തിന്ന മറിയ എന്ന ഒരു യഹൂദിനിയുടെ കഥ ജോസഫ് എന്ന ചരിത്രകാരൻ എടുത്തു പറയുന്നുണ്ട്. യുദ്ധങ്ങളുടെ പുസ്തകം 6-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ പേര. ഇനി 4-ാമത്തെ മുദ്ര. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് യുദ്ധം വരുന്നു എന്നായിരുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ആഭ്യന്തര കലഹം വരുന്നു എന്നായിരുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ക്ഷാമം വരുന്നു എന്നായി. ഇനി 4-ാമത്തേത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ 4-ാമത്തേതായിരുന്നു നീ വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ മഞ്ഞ നിറമുള്ള, കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ വിളറിയ നിറമുള്ള ഒരു കുതിര മുന്നോട്ട് വന്നു. മരണത്തിൻ്റെ നിറമാണ് വിളറിയ നിറം. കാരണം മരിച്ചവൻ്റെ മുഖം
രക്ത ഓട്ടം നിലയ്ക്കുന്നത് കൊണ്ട് രക്തപ്രസാദം നഷ്ടപ്പെട്ട് വിളറിയതായിട്ട് തീരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് മരണത്തിൻ്റെ നിറമാണ്. അതിൻ്റെ മുകളിൽ ഒരുവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പേര് മരണം എന്നാണ്. ആ കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ്റെ പേര് മരണം എന്നായിരുന്നു. മറ്റൊരുവൻ അവനെ അനുഗമിച്ച് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് പാതാളം എന്നായിരുന്നു. ആകയാൽ നീ വരിക എന്ന് പറഞ്ഞുകൊണ്ട് നാലാമത്തെ ജീവി വിളിച്ചത് മഞ്ഞ കുതിരപ്പുറത്ത് ഇരിക്കുന്നവനെ ആയിരുന്നു, മരണത്തെ ആയിരുന്നു. അവൻ മുന്നോട്ട് വന്നു. അപ്പൊ ഇവിടെ മരണത്തെയും പാതാളത്തെയും വ്യക്തികളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ചിത്രീകരണത്തിന് അതിൻ്റെതായ ഒരു നാടകീയതയൊക്കെ ഉണ്ടാകുന്നത്. പാതാളവും അവനോട് കൂടെ അനുഗമിക്കുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പാതാളത്തെയും വ്യക്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നീ പ്രസ്താവനകളിലും മരണത്തെയും പാതാളത്തെയും ഓരോ വ്യക്തികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പാതാളം മരണത്തെ അനുഗമിക്കുന്നു, അഥവാ പാതാളം മരണത്തിന്റെ കൂടെ ഒരേ ദൗത്യവുമായിട്ട് പോകുന്നു. എന്ത് ചെയ്യുവാൻ? വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മരണം കൊണ്ടും ഭൂമിയുടെ വന്യമൃഗങ്ങളാലും കൊല്ലുവാൻ അവർക്ക് ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം നൽകപ്പെട്ടു. ഒന്നാം മുദ്ര പ്രകാരം യുദ്ധമുണ്ടാകുന്നു, രണ്ടാം മുദ്ര പ്രകാരം ആഭ്യന്തര കലഹമുണ്ടാകുന്നു, മൂന്നാം മുദ്ര പ്രകാരം ക്ഷാമം ഉണ്ടാകുന്നു. എന്നാൽ നാലാം മുദ്ര പ്രകാരം ഇവയെല്ലാം കൊണ്ടും വന്യമൃഗങ്ങളാലും മരണമുണ്ടാകുന്നു. വാൾ, ക്ഷാമം, മരണം, വന്യമൃഗങ്ങൾ ഇവയാലുള്ള ന്യായവിധി നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട വിഷയമാണ്. ഈ സംഭവങ്ങൾ ആരോടുള്ള ബന്ധത്തിലാകുന്നു എന്ന് നിർണയിക്കുവാൻ ഇത് സഹായകരമാകും. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്തു. നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. ആകയാൽ പഴയ നിയമത്തിൻ്റെ ലംഘനത്തിന് യഹോവയായ ദൈവം ആ നിയമത്തിന് കീഴിലായിരുന്ന ഇസ്രായേൽ മക്കൾക്ക് നൽകുവാനിരുന്ന ശിക്ഷകളാണ് 16 മുതലുള്ള വാക്യങ്ങളുടെ വിഷയം. ആദ്യം രോഗം, പിന്നെ ക്ഷാമം, പിന്നെ വാൾ. ഇവയാണ് 16-17 വാക്യങ്ങളിലെ ശാപങ്ങൾ. ഇത് നിയമലംഘനത്തിലുള്ള ശിക്ഷയുടെ ആദ്യഘട്ടമാണ്. ഇതെല്ലാമായിട്ടും അവർ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ദൈവം ശിക്ഷയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. 19-20 വാക്യങ്ങളിൽ കൂടുതൽ കഠിനമായ ക്ഷാമം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നു. ശാപത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ വിതച്ചത് ശത്രുക്കൾ കൊള്ളയിട്ട് കൊയ്തു കൊണ്ടുപോകുന്നതിനാലായിരുന്നു ക്ഷാമം ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ശാപം 7 മടങ്ങായിത്തീരുന്നു. ആകാശം മഴയും മഞ്ഞും നൽകാതിരിക്കുകയും ഭൂമി വരണ്ട് ക്ഷാമം ഉണ്ടാകുകയും ചെയ്യുന്നു. ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും. ഇങ്ങനെ ദൈവം അവരുടെ അപ്പം എന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ അവർക്ക് അപ്പമുണ്ടാക്കി തൂക്കിക്കൊടുക്കുന്ന സ്ഥിതി വരും. അവർക്ക് ഭക്ഷിച്ചിട്ട് തൃപ്തി വരികയും ഇല്ല എന്നാണ് വചനം. ഈ ഘട്ടത്തിൽ അടുത്തതായി വരുന്നത് കാട്ടു മൃഗങ്ങളാലുള്ള നാശമായിരുന്നു. കാട്ടുമൃഗങ്ങൾ അവരുടെ മക്കളെയും കന്നുകാലികളെയും തിന്ന് അവരെ എണ്ണത്തിൽ കുറയ്ക്കും എന്നായിരുന്നു വചനം. 22-ാം വാക്യം. ഈ ഘട്ടത്തിൽ അടുത്തതായി വരുന്നത് വാളാകുന്നു. ഇതിനെയും നിയമലംഘനത്തിനുള്ള പ്രതികാരമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ ക്ഷാമം വീണ്ടും 7 മടങ്ങായി വർദ്ധിക്കുന്നതിനാൽ അവർ അവരുടെ മക്കളുടെ മാംസം തിന്നുവാനിടയാകും. ഇത് നെബൂഖദ്നേസറിന്റെ കാലത്ത് ഉണ്ടായ സീജ്, AD 70 സീജ് എന്നിങ്ങനെ 2 സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആഹാബിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർക്കുക. മൂന്നാം ഘട്ടത്തിൽ വാൾ വീണ്ടും 7 മടങ്ങായി വർദ്ധിക്കുന്നതിനാൽ അവരെ ദൈവം ജാതികളുടെ ഇടയിൽ ചിതറിക്കുകയും പിന്നാലെ വാൾ ഊരുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ആയിരുന്നു നിയമലംഘികൾക്ക് നൽകിയിരുന്ന ശാപശിക്ഷകൾ. ആ നിയമത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഏക ജനം ഇസ്രായേലുമായിരുന്നു. ആകയാൽ ഈ ന്യായവിധികൾ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ പലവട്ടം ചരിത്രത്തിൽ നിറവേറി. ഇവിടെയും അത് തന്നെയാണ് പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നത്. യെരമ്യാവ് പറയുന്നു, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും, വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും, അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യെഹെസ്കേലിൽ ദൈവം പറഞ്ഞു, നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്ന കോൽ ഓടിച്ചു കളയും. നിങ്ങൾ മക്കളില്ലാതെ ആക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും
നിങ്ങളെ മക്കളില്ലാതെ ആക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കൊലയും നിങ്ങളുടെ ഇടയിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. 5-ാം അധ്യായം 16-ാം വാക്യം. യെഹെസ്കേൽ 14:21 വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിവയെ യെരൂശലേമിൽ അയക്കും എന്ന് പറയുന്നു. എന്നാൽ യെഹെസ്കേൽ 14:13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇത്തരത്തിലുള്ള ബാധ ദൈവം ഏത് ജാതികളുടെ ഇടയിലേക്കും ഏത് ദേശത്തേക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദർഭം വിലയിരുത്തിയാൽ ഇതെല്ലാം നിയമത്തിന് കീഴിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനതയെ ശിക്ഷിക്കുന്ന കാര്യമായിരുന്നു എന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. കൊല്ലുവാൻ അവർക്ക് ഭൂമിയുടെ 1/4 അംശത്തിന്മേൽ അധികാരവും നൽകപ്പെട്ടു എന്ന് നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഭൂമിയിലെ എന്നതിന് പകരം ദേശത്തിലെ എന്നും തർജ്ജമ ചെയ്യാം. കാരണം ഭൂമി, ദേശം എന്നിവയ്ക്ക് കൊയിനെ ഗ്രീക്കിൽ ഗേസ് എന്ന ഒരു പൊതുവായ പദമാണ് ഉള്ളത്. ഈ വചനം അനുസരിച്ച് ഈ ന്യായവിധികൾ പലസ്തീൻ നാടിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി ഒതുങ്ങുന്നില്ല. യഹൂദ ജനത അക്കാലത്ത് പലസ്തീൻ നാട്ടിൽ മാത്രമല്ല താമസിച്ചിരുന്നത്. അസീറിയൻ, ബാബിലോണിയൻ പ്രവാസങ്ങൾ യഹൂദന്മാരെ പലയിടങ്ങളിലായി ചിതറി പാർക്കുമാറാക്കി. ഇക്കാരണത്താൽ അപ്പോസ്തല പ്രവൃത്തികളിലെ ആദ്യ പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന യഹൂദന്മാർ ആകാശത്തിന് കീഴെങ്ങുമുള്ള ജാതികളിൽ നിന്ന് യെരൂശലേമിൽ വന്ന് പാർക്കുന്നവർ ആയിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ യഹൂദ യുദ്ധവും പരാജയവും നിമിത്തമായുണ്ടായ പരിണത ഫലങ്ങൾ ഇവരെയെല്ലാം ബാധിച്ചു. ഇങ്ങനെ അനേകർ കൊല്ലപ്പെട്ടു എന്ന് ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തി. ഇനി ഈ സന്ദേശത്തിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം എന്താണ്? AD 70 നിറവേറിപ്പോയ കാര്യമാണെങ്കിൽ നമുക്ക് എന്താണ് കാര്യം എന്ന് ചിലപ്പോൾ ചോദ്യം ഉയർന്നേക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. യഹൂദന്മാർക്ക് സംഭവിച്ചത് നമുക്കൊരു ഗുണപാഠമാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചത് പിൽക്കാലത്തുള്ളവർക്ക് ഒരു വാണിംഗ് ആയിരുന്നു. അതുപോലെ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് പിൽക്കാലത്തുള്ളവർക്ക് ഒരു വാണിംഗ് ആയിരുന്നു. ഓരോ ന്യായവിധികളും പിൽക്കാലത്തുള്ളവർക്ക് വാണിംഗ് ആണ്. അതുപോലെ യഹൂദന്മാരുടെ ന്യായവിധിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന, അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ സുവിശേഷത്തെ തള്ളിക്കളയുന്ന, ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന മനുഷ്യർക്കുള്ള വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ സുവിശേഷം തള്ളിക്കളഞ്ഞ് അനുസരണക്കേടിൽ ജീവിച്ച യഹൂദ ജനതയെ ദൈവം ഇത്ര കഠിനമായി ശിക്ഷിച്ചുവെങ്കിൽ, അവരുടെ ലോകത്തെ അവസാനിക്കുമാറാക്കിയെങ്കിൽ, ദൈവത്തിൻ്റെ അതേ സുവിശേഷം തള്ളിക്കളയുന്ന മാനവരാശിയെ ദൈവം അതുപോലെ കഠിനമായി ശിക്ഷിക്കാതിരിക്കുമോ? ഈ ലോകത്തെ ഒരു അവസാനത്തിലേക്ക് വരുത്താതിരിക്കുമോ? തീർച്ചയായും വരുത്തും. ആകയാൽ ദൈവത്തെ ഭയപ്പെടുവൻ, മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവൻ എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഗുണപാഠം. കർത്താവിൻ്റെ നാമത്തിന് എന്നേക്കും മഹത്വവും ഉയർച്ചയും ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെട്ടെ. ആമേൻ.